വേദിയുടെ ആഭിമുഖ്യത്തിലാണ് വയലാറിൻ്റെ 50 വർഷം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ 18 വർഷമായി തലസ്ഥാന നഗരിയിൽ നമ്മൾ വയലാറിനെ ഓർമ്മിക്കാനുള്ള സാംസ്കാരിക ഉത്സവം നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വയലാറിൻ്റെ അനവധി ഗാനങ്ങൾ നമുക്ക് അഭിനയിച്ച് പാടിയ മധുസാറിൻ്റെ വീട്ടിൽ 92 വയസ്സെന്ന് പറഞ്ഞാലും നമുക്കിപ്പോൾ ചെറുപ്പമായിട്ടാണ് തോന്നുന്നത്. മധുസാറിൻ്റെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന ഇവിടുന്നാണ് അവിടെ പതാക ഉയർത്താനുള്ള പതാക ബഹുമാന്യ MLA മധുസാറ് നമ്മളെ MLAക്ക് നൽകി ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജന്മദിന മറ്റൊരു കേക്ക് നമ്മൾ കൊടുത്തി അദ്ദേഹത്തിനെ ആദരിക്കും. ഇത്തരത്തിലുള്ള ചടങ്ങുകൾ ആദ്യമായി പതാക കൈമാറുന്നു. പത്തനാപുരം ഗാന്ധി ഭവന്റെ സോമരായ സാറ് അദ്ദേഹത്തിന് ഒരു മലയാള സിനിമയുടെ കാരണവരാരെന്ന് ചോദിച്ചാൽ നമുക്കൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, അത് മധുസാറാണ്. ഇന്ത്യൻ സിനിമ എങ്ങനെ ദാദാ സാഹിബ് ഫാൽക്കെയോട് കടപ്പെട്ടിരിക്കുന്നു, ഏതാണ്ട് അതിന് തുല്യമായി മലയാള സിനിമ കടപ്പെട്ടിരിക്കുന്ന മഹാനായ കലാകാരനാണ് മധുസാർ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. ഞാനിപ്പോൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവേളയാണ്. തിരുവനന്തപുരത്ത് BJP ഹാളിൽ അന്ന് സംഘടിപ്പിച്ച വലിയ പരിപാടി, അതിന് നേതൃത്വം കൊടുക്കാൻ വിജയകുമാറിനോടൊപ്പം ഞാനും വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അന്ന് തിരുവനന്തപുരത്തെ സാംസ്കാരിക മേഖലയാകെ സാറിൻ്റെ സിനിമകളെക്കുറിച്ചും മറ്റുമെല്ലാം തന്നെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകൾ കൊണ്ട് സമ്പന്നമായ ദിവസങ്ങൾ സമ്മാനിക്കുന്നുണ്ടായിരുന്നു. ആ ദിവസങ്ങൾ ഓർത്തുകൊണ്ട് വയലാർ സാംസ്കാരിക വേദി തലസ്ഥാന നഗരിയുടെ അഭിമാനമായിട്ടുള്ള സാംസ്കാരിക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കഴിഞ്ഞ 18 വർഷമായിട്ട് വയലാർ സാംസ്കാരിക ഉത്സവം ഏതാണ്ട് 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു മഹത്തായിട്ടുള്ള ഉത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഉത്സവം നാളെ ആരംഭിക്കുകയാണ്. പക്ഷേ ഉത്സവ സ്ഥലത്തുയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പതാകയാണ് ആദരണീയനായിട്ടുള്ള മധുസാറിൻ്റെ ഈ ഭവനത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ട് നമുക്ക് നൽകി നാളെ ഉത്സവം നടക്കുന്ന വിധത്തിൽ നമ്മൾ ഉയർത്താൻ വേണ്ടി പോകുന്നത്. നിശ്ചയമായിരിക്കും വളരെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷമാണ്. വളരെ ചെറുതെങ്കിലും എത്ര മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. വയലാർ രചിച്ചതായിട്ടുള്ള ഒരുപാട് പാട്ടുകൾക്ക് സൗന്ദര്യത്തോടു കൂടിയിട്ടുള്ള ഭാവാത്മകമായിട്ടുള്ള ചിത്രീകരണം മധുസാറിൽ നിന്ന് നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹം ഇപ്പോൾ കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹം നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് തയ്യാറായി എന്നത് നമ്മെ സംബന്ധിച്ച് സന്തോഷകരവും അതിനേക്കാൾ അഭിമാനകരവുമായിട്ടൊരു കാര്യമാണ്. സാറിൻ്റെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങി പതാക നാളെ
അവിടെ ഉത്സവ സ്ഥലത്ത് ഉയർത്തുന്നുണ്ടാവും. പതാക നൽകിക്കൊണ്ട് 1-2 വാക്കുകൾ സംസാരിക്കാൻ സാറിന് സൗകര്യമുള്ള അത്രയും തന്നെ സമയം സംസാരിക്കാം. ഞാൻ ബഹുമാനപ്പെട്ട മധുസാറിനെ ക്ഷണിക്കുന്നു. വയലാറിനെ പോലുള്ള ഒരു കവി നമുക്കിവിടെ പിറന്ന് കിട്ടിയതിൽ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ, നമുക്ക് വേണ്ടി കവിതകളും പാട്ടുകളും ഒക്കെ എഴുതിയതിൽ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതിന് ദൈവത്തിന് വേണ്ടി നാം കടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇത് പറയുമ്പോൾ പഴയ ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലുണ്ടായിരുന്ന് സംസാരിച്ച കാര്യങ്ങളും എന്ത് വന്നിരുന്നാലും ഒരിക്കലും വയലാറിനെ ഞാൻ ദേഷ്യപ്പെട്ടോ സങ്കടപ്പെട്ടോ കണ്ടിട്ടില്ല. സത്യത്തിൽ ബാക്കി എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരികയും പെട്ടെന്ന് സന്തോഷം വരികയും പൊട്ടിച്ചിരിക്കുകയും ഒക്കെ ചെയ്യും. ഇത് വല്ലപ്പോഴൊക്കെ പൊട്ടിച്ചിരിക്കുമെങ്കിലും അവിടെ അങ്ങനെ വികാരങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുത്തിയിരുന്നില്ല. ഒരു രീതിയിലും റിയാക്ട് ചെയ്തിരുന്നതുമില്ല. ഒരു വലിയ മനുഷ്യൻ. കൂടുതൽ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ മകനിവിടെ വന്നിരുന്നു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഇവിടെ വന്ന് ഇതുപോലെ തന്നെ അത് ഏതിൻ്റെ ആയിരുന്നു, അത് പിറന്നാളിനാണോ ഓണത്തിനാണോ ചെമ്മീൻ്റെ 60-ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇവിടെ ഇരുന്നതിന് ഇതുപോലെ തന്നെ കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് പോയത്. അപ്പോഴും വയലാറിനെ ഓർക്കാനുള്ള അവസരമുണ്ടായി. ഞാൻ കൂടുതൽ സംസാരിച്ച് ഉപദ്രവിക്കണില്ല, കാരണം പാട്ടാണ് പ്രധാനം. എൻ്റെ വാചകങ്ങളെക്കാളും വയലാറിനെ ഓർത്തുകൊണ്ട്, ഓർക്കാനൊന്നുമില്ല, എപ്പോഴും ഓർമ്മയിലുണ്ട്, കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വയലാർ എന്നും നമ്മളൊപ്പം ഉണ്ടാവും. മലയാളമുള്ളിടത്തോളം, മലയാള സാഹിത്യവും കവിതയും സിനിമയും, എന്തിന് ഈ കൊച്ചു രാജ്യമുള്ളിടത്തോളം, ഈ കൊച്ചു ഭാഷ ഉള്ളിടത്തോളം വയലാർ എന്ന് നമ്മൾ ജീവിച്ചു തന്നെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തന്നെ ഒരു പുണ്യമാണ് നമുക്ക്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നന്ദി, നമസ്കാരം. പുഷ്പമംഗലയാം ഭൂമിക്കു വേലിപ്പുടവയുമായി വരും വെളുത്തവാവേ, എൻ്റെ മടിയിൽ മയങ്ങുമീ മാലതീലതയെ തുടല്ലേ തുടല്ലേ നീ. കടഞ്ഞ ചന്ദന മെതിയടികളുമായി കയ്യിൽ കനകവേണുവുമായി പൊന്മുകിൽ ചെമ്മരിയാടിനെ മേയ്ക്കുന്ന പുല്ലാനിമലയിലെ ആട്ടിടയൻ നീ. കവിളിൽ നീഹാരഹാരം കവരുമോ നിലാവേ കവരുമോ. പുഷ്പമംഗലയാം ഭൂമിക്ക് വേളിപ്പുടവയുമായി വരും വെളുത്തവാവേ, എൻ്റെ മടിയിൽ മയങ്ങുമീ മാലതീലതയെ തുടല്ലേ തുടല്ലേ. ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകും ഇന്ദുകളെ, സഖി ഇന്ദുകളെ, നിൻ തേരോടും വീതിയിലുണ്ടൊരു പർണ്ണകുടീരം, ഏകാന്ത പർണ്ണകുടീരം. ഗന്ധർവ നഗരങ്ങൾ അലങ്കരിക്കാൻ പോകും ഇന്ദുകളെ, സഖി ഇന്ദുകളെ. രാസക്രീഡ സരസിന്നരികിൽ രാമഗിരിയുടെ മടിയിൽ ആ ശ്യാമവനഭൂവിൽ കാണാം സഖി കാണാം നിന്റെ കാളിദാസന്റെ യക്ഷനെ പോലൊരു കാമുകനെ, കാമമോഹിതനെ. ആ ആ ആ
മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനു കാഞ്ഞാറ്റുവേല, കൂന്തൽ മീനു കാഞ്ഞാറ്റുവേല. ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ഉത്രാട സന്ധ്യ ഉണർന്നതിനാലോ, ഉദ്യാന പാലകൻ വന്നതിനാലോ, ആപാദ ചൂടമി രാഗപരാഗം, ആകെക്കളിൽ രോമാഞ്ചം, ആപാദ ചൂടമി രാഗപരാഗം, ആകെക്കളിൽ രോമാഞ്ചം. ആഹാ 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 ആഹാ. കുളമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനു